നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനെ മുൻനിർത്തി പല വിഷയങ്ങളും പ്രതിപക്ഷം ഉയർക്കുമ്പോഴും അതിനെയൊക്കെ മുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പുറത്തേക്ക് വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദമടക്കം മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. പെൺവിഷയത്തെ മുൻനിർത്തി ഭരണപക്ഷം നേരിടുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ വിശ്വാസികൾ എത്രമാത്രം അത് കൈക്കൊള്ളും എന്നുള്ളതറിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം എവിടം വരെ എത്തി എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ജനം ചോദിക്കുന്നു. യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങൾ എവിടെ? അല്ലെങ്കിൽ നിലവിലുള്ള ശില്പങ്ങൾ അത് യാഥാർത്ഥ്യമുള്ളതാണോ? നിലവിലുള്ള ശില്പങ്ങൾ ശരിക്കും ആ പഴയ ദ്വാരപാലക ശില്പങ്ങൾ തന്നെയാണോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ ഇപ്പോഴും ജനമനസ്സുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. വിശ്വാസം അത് എന്തിനേക്കാളും അപ്പുറം തന്നെയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് പെൺവിഷയം ഏറ്റെടുത്താലും ഒരുപക്ഷെ വിശ്വാസികൾ ശബരിമല അയ്യനെ കൊള്ളയടിച്ചതും മറക്കാൻ സാധ്യതയില്ല. നമുക്കറിയാം, മുന്നേ VD സതീശൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കടകംപള്ളിക്കെതിരായിട്ട്. ദ്വാരപാലക ശില്പം ഇതര സംസ്ഥാനക്കാരനായ കോടീശ്വരന് വിറ്റു എന്നുള്ളതും ആർക്കാണ് വിറ്റതെന്ന് കൃത്യമായി അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളിയോട് ചോദിച്ചാൽ മതി എന്നുള്ളതും അന്ന് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ഉടനെ തന്നെ അത് ഏറ്റുപിടിച്ച കടകംപള്ളി VD സതീശനെതിരായിട്ട് മാനനഷ്ട ഹർജി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള ഈ ഒരു പരാമർശം നടത്തിയത്. ഏതായാലും മാനനഷ്ട കേസ് അന്ന് കടകംപള്ളി ഫയൽ ചെയ്തിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഇതര സംസ്ഥാനക്കാരനായ കോടീശ്വരന് വിറ്റു എന്നാണ് അന്ന് VD സതീശൻ പറഞ്ഞത്. അതിന്റെ ബാക്കിയുള്ള ആരൊക്കെയാണ് എന്നുള്ളത് കടകംപള്ളിയോട് ചോദിച്ചാൽ മതിയെന്നും VD സതീശൻ പറഞ്ഞു. ഇതിനെതിരെയാണ് കടകംപള്ളി VD സതീശനെതിരായിട്ട് കോടതിയിൽ ഫയൽ ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA നൽകിയ മാനനഷ്ട കേസിൽ എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തർക്ക ഹർജി നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം 2ാം സെക്കൻഡ് അഡീഷണൽ സബ് കോടതിയിലാണ് ഹർജി ഇപ്പോൾ പരിഗണിക്കുന്നത്. ഒക്ടോബർ 8-ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ തർക്ക ഹർജിയിൽ പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട ഹർജി തികച്ചും രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെന്നും തർക്ക ഹർജിയിൽ ഇപ്പോൾ VD സതീശൻ പറയുന്നുണ്ട്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം, പ്രതിപക്ഷ നേതാവ് ഇനി ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്താൻ പാടില്ല എന്നീ ആവശ്യങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മാനനഷ്ട ഹർജിയിൽ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ മറുപടി സമർപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമയം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മാനനഷ്ട കേസിനു ശേഷം ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് VD സതീശൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. അതായത് താൻ പറഞ്ഞതിലെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് VD സതീശന് വേണ്ടി ഹാജരായ അഭിഭാഷകനും വാക്കാൽ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. ഇതോടെയാണ് കേസ് ഡിസംബർ 1-ലേക്ക് ഇപ്പോൾ മാറ്റിയത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് VD സതീശൻ തർക്ക ഹർജി നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPMന് പങ്കുണ്ടെന്ന് ഒരുപാട് ആളുകൾ ഇനിയും ജയിലിലേക്ക് പോകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചിരുന്നു. 2 പ്രധാന നേതാക്കൾ അറസ്റ്റിലായിട്ട് ഒരു നടപടി പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഉന്നത CPM നേതാക്കൾ ജയിലിലാകുമെന്ന ഭയത്താലാണ് അറസ്റ്റിലായവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കാത്തതെന്നും VD സതീശൻ ആരോപിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ഏതായാലും ചർച്ചയാകും. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരന് കൊടുത്തുവെന്ന് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കണമെന്നാണ് താൻ പറഞ്ഞത്. അതിന് അദ്ദേഹം 2 കോടി നഷ്ടപരിഹാരം ചോദിച്ച് നോട്ടീസ് അയച്ചു. നോട്ടീസിന് മറുപടി നൽകുകയും ചെയ്തു. മാനനഷ്ട കേസ് കോടതിയിൽ എത്തിയപ്പോൾ തുക 10 ലക്ഷമായി കുറഞ്ഞെന്നും VD സതീശൻ പറഞ്ഞു. കേസ് കോടതിയിലെത്തിയപ്പോഴേക്കും വാസവനും പത്മകുമാറും അറസ്റ്റിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവരുടെ അടുത്തേക്ക് അയച്ചത് ആരാണെന്ന് അവർ മൊഴി നൽകിയിട്ടുമുണ്ട്. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ തെളിവുണ്ടെന്നും തനിക്കെതിരെ കേസ് വരുമ്പോൾ അത് ഹാജരാക്കുമെന്നും VD സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ കോടതിയിൽ VD സതീശൻ ഇത്തരത്തിലുള്ള ഒരു തെളിവ് ഹാജരാക്കുകയാണെങ്കിൽ കടകംപള്ളിക്ക് അത് വലിയൊരു ഊരാക്കുടുക്ക് തന്നെ ആവുകയാണ്. പത്മകുമാർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ചില ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിൽ മാറി നിൽക്കുന്നത് എന്നുള്ള തരത്തിൽ. ഏതായാലും അത്തരത്തിലുള്ള ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്?
ഇതൊക്കെ അവ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. SITയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും അത് മന്ത്രിതലത്തിലേക്ക് തന്നെ എത്താനും സാധ്യതയുണ്ട്. VD സതീശൻ ഇത്തരത്തിൽ ഏതെങ്കിലും തെളിവുകൾ കോടതിയിൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കടകംപള്ളിക്ക് അത് കുരുക്കാവുകയാണ് ചെയ്യുന്നത്. സ്വന്തം കുഴിയിൽ തന്നെ വീഴുമോ എന്നുള്ളതാണ് ആശങ്ക. ഏതായാലും VD സതീശൻ തന്റെ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അയ്യനെ കൊള്ളയടിച്ചത് ആരാണെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യണം. അയ്യപ്പന്റെ മുതൽ കട്ടത് ആരാണെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യണം. ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ശബരിമല കൊള്ളയടിയ അടക്കം മൂടി വെച്ചുകൊണ്ട് മറ്റു പല വിഷയങ്ങളിലേക്കും ഭരണപക്ഷം വഴിതെരിച്ചു വിടുമ്പോൾ ഒരുപക്ഷെ വിശ്വാസികൾ ഇതൊന്നും മറന്നുപോവാൻ സാധ്യതയില്ല. ശബരിമല അയ്യനെ കൊള്ളയടിച്ചത് ആരൊക്കെയാണെങ്കിൽ ദ്വാരപാല ശില്പങ്ങൾ എവിടെയെന്നുള്ളൊരു ചോദ്യം ഇതിനടക്കം ഒരുപക്ഷെ പിണറായി സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകൂ.